ഹായ് എവ്രി വൺ. നമ്മുടെ കൊച്ചിയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഏതാ? നമ്മുടെ കളമശ്ശേരിയിലുള്ള കുസാറ്റ്. ആ കുസാറ്റിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റായ കാറ്റ് അല്ലെങ്കിൽ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് 2025 രജിസ്ട്രേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ടെസ്റ്റിനെ കുറിച്ചും ആ കോളേജിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, 2 ക്യാമ്പസുകളിലായാണ് വർക്ക് ചെയ്യുന്നത്. ഒന്നാമത്തത് നമ്മുടെ കളമശ്ശേരിയിലുള്ള മെയിൻ ക്യാമ്പസ്. ഈ ക്യാമ്പസിൽ ബിടെക് കോഴ്സസും ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസും ഉണ്ട്. രണ്ടാമത്തത് കുട്ടനാടിലുള്ള കുസറ്റ് ക്യാമ്പസ്. ഈ കുസറ്റ് ക്യാമ്പസിൽ ജസ്റ്റ് എഞ്ചിനീയറിംഗ് കോഴ്സസ് മാത്രമേ ഉള്ളൂ. കുസാറ്റ് മെയിൻ ക്യാമ്പസിൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിന് അടിയിൽ 7 കോഴ്സസിൽ ബിടെക് ഡിഗ്രി കൊടുക്കപ്പെടുന്നുണ്ട്. ഒന്ന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, രണ്ടാമത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, IT ആൻഡ് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്. ഇതിൽ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് കഴിഞ്ഞ പല വർഷങ്ങളുമായിട്ട് 100% പ്ലേസ്മെന്റ് ആണുള്ളത്. ഇനി കുസാറ്റിലെ ഏറ്റവും ഡിമാൻഡിലുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഷിപ്പ് ബിൽഡിങ്ങിന് അടിയിലുള്ള നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്ന കോഴ്സാണ്. ഇന്ത്യയിൽ തന്നെ IIT ഖരഗ്പൂർ, IIT മദ്രാസ് കഴിഞ്ഞാൽ പിന്നെ റാങ്ക് നമ്പർ 3 ആണ് കുസാറ്റ് കളമശ്ശേരി ക്യാമ്പസിലുള്ള നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. കുസാറ്റിലെ മറ്റൊരു ഡിമാൻഡുള്ള കോഴ്സാണ് മറൈൻ എഞ്ചിനീയറിംഗ്. പക്ഷെ മറൈൻ എഞ്ചിനീയറിംഗിലേക്ക് അഡ്മിഷൻ കിട്ടാൻ കാറ്റ് എഴുതിയിട്ട് കാര്യമില്ല. അതിന് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന CET കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന എക്സാം എഴുതിയാൽ മാത്രമേ അഡ്മിഷൻ മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് ലഭിക്കുകയുള്ളൂ. ഇനി കാറ്റ് 2025 രജിസ്ട്രേഷൻ ഫെബ്രുവരി 6 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 10 ആണ്. കുസാറ്റിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി കാറ്റിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ ടെസ്റ്റ് കോഡ് 101 തന്നെ രജിസ്റ്റർ ചെയ്യണം. ഇനിയിപ്പം എഞ്ചിനീയറിംഗിന് പകരം നിങ്ങളുടെ ആഗ്രഹം 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സ് ഇൻ ഫോട്ടോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സയൻസ് ആണെങ്കിൽ നിങ്ങളും ടെസ്റ്റ് കോഡ് 101 തന്നെ സെലക്ട് ചെയ്യണം. അതായത് ബിടെക്കിന് വേണ്ടിയും ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സുകൾക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട കോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് കോഡ് എന്ന് പറയുന്നത് 101 തന്നെയാണ്. ഇനി ഇത് രണ്ടുമല്ല നിങ്ങളുടെ ആഗ്രഹം 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് MSc ഇൻ ബയോളജിക്കൽ സയൻസ് ആണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ടെസ്റ്റ് കോഡ് 104 ആയിരിക്കണം. ഇനി കാറ്റ് 2025 രജിസ്ട്രേഷൻ ഫീസ്. രജിസ്ട്രേഷൻ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത് 1500 രൂപയാണ്. 1500 രൂപ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 2 ടെസ്റ്റ് കോഡുകൾ വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ബിടെക്കിനോ ഇൻ്റഗ്രേറ്റഡ് MScക്കോ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 101 അല്ലെങ്കിൽ ടെസ്റ്റ് കോഡ് 101ഉം ടെസ്റ്റ് കോഡ് 104ഉം ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇനി എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും? നിങ്ങൾ സെലക്ട് ചെയ്ത ടെസ്റ്റ് കോഡ് 101 ആണെങ്കിൽ നിങ്ങൾക്ക് 3 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു എക്സാം എഴുതേണ്ടി വരും. ഈ ഒരു എക്സാമിൽ 225 ക്വസ്റ്റ്യൻസ്, അതായത് 225 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഈ 225 ക്വസ്റ്റ്യൻസിൽ 90 ക്വസ്റ്റ്യൻ മാത്സും, 75 ക്വസ്റ്റ്യൻ ഫിസിക്സും, 60 ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിൽ നിന്നുമായിരിക്കും ഉള്ളത്. ഇനി നിങ്ങൾ ടെസ്റ്റ് കോഡ് 104 ആണ് സെലക്ട് ചെയ്തതെങ്കിൽ 90 ക്വസ്റ്റ്യൻ ബയോളജിയിൽ നിന്നും, 75 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ നിന്നും, 60 ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിൽ നിന്നുമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ഇവയുടെ ടൈം ഡ്യൂറേഷൻ നമ്മളെ സാധാരണ എക്സാമുകളെ പോലെയല്ല. സാധാരണ ഒരു എക്സാമിൽ 3 മണിക്കൂർ ആണ് എക്സാം എങ്കിൽ ആ 3 മണിക്കൂറും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള സബ്ജക്ട് ചെയ്ത് ചിലവാക്കാം. പക്ഷേ കാറ്റ് എക്സാമിൻ്റെ കേസിൽ ഫിസിക്സിന് 60 മിനിറ്റ് സമയവും, കെമിസ്ട്രിക്ക് 45 മിനിറ്റ് സമയവും, മാത്സ് അല്ലെങ്കിൽ ബയോളജിക്ക് 75 മിനിറ്റ് സമയവുമാണുള്ളത്. അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 60 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കായി
ഫിസിക്സിൽ നിന്ന് കെമിസ്ട്രിയിലേക്ക് മാറും. പിന്നെയും 45 മിനിറ്റ് കഴിയുമ്പോൾ കെമിസ്ട്രിയിൽ നിന്ന് മാത്സിലേക്കോ ബയോളജിയിലേക്കോ മാറും. കാറ്റ് 2025 എക്സാംസ് നടക്കാൻ പോകുന്ന തീയതികൾ മെയ് 10th, 11th and 12th ആണ്. ഇതിൽ ബിടെക്കിനും ഇന്റഗ്രേറ്റഡ് 5 year MSc കോഴ്സിനുമുള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത് മെയ് 11th മെയ് 12th 4 ഷിഫ്റ്റുകളിലായി എക്സാം നടത്തപ്പെടും. രാവിലെ 9:30 മുതൽ 12:30 വരെ ഫസ്റ്റ് ഷിഫ്റ്റ്, 2:30 മുതൽ 5:30 വരെ സെക്കൻഡ് ഷിഫ്റ്റ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഷിഫ്റ്റുകൾ അനുസരിച്ച് നിങ്ങൾ പോയി എക്സാം എഴുതേണ്ടതാണ്. കാറ്റ് 2025 നമുക്കൊരു റാങ്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് വൈസ് ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താണ് സബ്ജക്റ്റ് വൈസ് ക്വാളിഫിക്കേഷൻ? നിങ്ങൾ ടെസ്റ്റ് കോഡ് 101 104 ആണ് എഴുതുന്നതെങ്കിൽ ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടെ 10 മാർക്ക്, മാത്സ് അല്ലെങ്കിൽ ബയോളജി ഏത് ടെസ്റ്റ് കോഡാണോ നിങ്ങൾ എഴുതുന്നത് എന്നതനുസരിച്ച് മാത്സിന് അറ്റ്ലീസ്റ്റ് 10 മാർക്സും ബയോളജിക്കും അതേപോലെ 10 മാർക്ക് മേടിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ കാറ്റ് 2025 ഒരു റാങ്ക് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സോ കുട്ടികളെ, നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആണോ? ഇനി അല്ലെങ്കിലും നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി ആകാശ് ടീം പ്ലസ് കാറ്റിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ക്രാഷ് കോഴ്സ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. സോ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർ താഴെ കൊടുക്കുന്ന നമ്പേഴ്സിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. സോ താങ്ക് യു എവരിവൺ, ഓൾ ദ ബെസ്റ്റ്.